കെ.പി.സി.സി ഓഫീസിലെ ചെറിയാൻ കുന്തളിപ്പിന്റെ ഈ ദൃശ്യം കാണുമ്പോൾ ഒരു കാര്യം ആലോചിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് അബദ്ധത്തിലെങ്ങാനും ഇന്നലെ അഭിവാദ്യം അർപ്പിക്കാൻ കെ.പി.സി.സി ഓഫീസിൽ എത്തിയിരുന്നെങ്കിലൊന്ന് ആലോചിച്ചു നോക്കി. ശിവനെ, പറയേണ്ട കാര്യമില്ല. ഇന്നലെ ചെറിയാൻ ഫിലിപ്പ് അങ്ങ് ആറാടിയൻ. എന്തായാലും ചെറിയാൻ ഫിലിപ്പിന്റെ ആറാടക്കം സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായിട്ടുണ്ട്. അതിനിടയിൽ ഒരു വമ്പൻ ട്രോൾ വീഡിയോ കൂടി കാണാനിടയായി. സ്മൃതി പരുത്തിക്കാടിന് കൂടി അത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്തുകൊണ്ട് സ്മൃതി പരുത്തിക്കാടിന് ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ കോൺഗ്രസ് ഭരണം വരണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത സ്മൃതി പരുത്തിക്കാട് കേരളത്തിന്റെ കാഴ്ചകളിലേക്ക് നിറച്ച ഇത്തരം മനോഹര ദൃശ്യങ്ങൾ അല്ലെങ്കിൽ കെ.പി.സി.സി ഓഫീസിലെ ഇക്കിളിത്തരങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് വിദഗ്ധമായിട്ടൊരു വിലയിരുത്തൽ നാട് കേൾക്കണ്ടേ? ഉറപ്പായിട്ടും നാട് കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ആ ട്രോൾ വീഡിയോ കൂടി കാണണം. നമ്മൾ ചെറിയാന്റെ 1ഉം 2ഉം എപ്പിസോഡല്ലേ കണ്ടത്, എന്നാൽ 3ാമതൊരു എപ്പിസോഡ് കൂടി ചേർത്ത ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി. എന്റെ പേരോ? എന്റെ പേര് മന്മഥൻ. ലോട്ടറി അടിച്ചത് ചെറിയാൻ ഫിലിപ്പിന് തന്നെ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പക്ഷം. ഈ IPL മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത വ്യക്തിക്ക് പർപ്പിൾ ക്യാപ്പ് കൊടുക്കുമെന്ന് പറയുന്നത് പോലെ ഇന്നലെ കെ.പി.സി.സി ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടുത്തം നടത്തിയതിന് പർപ്പിൾ ക്യാപ്പ് കെ.പി.സി.സി പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പിന്റെ തലയിൽ വെച്ച് കൊടുത്താണ് വീട്ടിലേക്ക് അയച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. കാര്യം അന്തമാതിരി പ്രകടനമല്ലേ ക്യാമറകൾക്ക് മുന്നിൽ നടത്തിയത്. ബാക്കിയുള്ളവരുടെ അവസ്ഥയൊക്കെ ശോകമായിരുന്നെങ്കിലും ഈ വയസ്സാം കാലത്ത് ചെറിയാൻ ചില്ലറക്കാരനല്ല. കെ.പി.സി.സിയിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിന് ഒരു സ്പെഷ്യൽ കോഴ്സ് കൂടി ചെറിയാന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ കെ.പി.സി.സി ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. കാര്യം എങ്ങനെയാണ് ചെറിയ അവസരങ്ങളെ കൂടി വലിയ അവസരങ്ങളാക്കി മാറ്റുന്നത് എന്നതിനെ സംബന്ധിച്ചും, എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ പരാജയപ്പെട്ടാലും അവിടെ തളർന്നു പോകാതെ അടുത്ത കടവിലേക്ക് പോകൂ, അടുത്ത പോയിന്റിലേക്ക് പോകൂ, നിങ്ങൾക്ക് അവിടെ സുവർണ അവസരം കാത്തിരിക്കുന്നുണ്ട് എന്ന തരത്തിൽ കോൺഗ്രസുകാർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വിശാലമായ സന്ദേശം കൊടുത്ത വ്യക്തി. അദ്ദേഹം പലപ്പോഴും സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിലെ പ്രധാന ആളായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ വിശാരദൻ എന്നുള്ള നിലയ്ക്കൊക്കെ അഭിപ്രായം തേടുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് ഇന്നലെ നാട്ടുകാർ മനസ്സിലാക്കി. എന്തായാലും ഈ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ജീവി വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആക്രാന്തം എന്താണ് അതെന്ന് കെ.പി.സി.സി ഓഫീസിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ആളും അനക്കവും ഇല്ലാതെ കിടന്ന സന്ദർഭത്തിൽ ആളനക്കം വന്നപ്പോ ആവേശം അണപൊട്ടി ഒഴുകിയതെന്നാണ് നേതാക്കന്മാരുടെ അടക്കം പറച്ചിൽ.